നൂറയുടേത് മാത്രമായിരുന്ന ആദില അനിമോൾ ഇടയിൽ വന്നതോടെ സംഭവിക്കുന്നത് എന്താണ്? നൂറയ്ക്ക് വളരെ വിഷമമുണ്ടെന്ന് പ്രേക്ഷകർ. സൗഹൃദവും ശത്രുതയും പ്രണയവുമെല്ലാം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ കുറേ ദിവസങ്ങൾ ഒരുമിച്ച് ഈ വീടിനുള്ളിൽ കഴിയുന്ന മത്സരാർത്ഥികൾക്ക് ഹൗസിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ വലിയ ആശ്വാസമാണ്. ചിലർ കടുത്ത പ്രണയത്തിലാകുന്നു, മറ്റു ചിലർ കടുത്ത ശത്രുതയിലും. ബിഗ് ബോസ് മലയാളത്തിൻ്റെ 7ാം സീസണിലും ഇതുപോലെ ചില സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനിമോളും ആദിലയും തമ്മിലുള്ള സൗഹൃദം ഇതിന് ഉദാഹരണമാണ്. യാഥാസ്ഥിതിക ചിന്താഗതികളുള്ള അനിമോളുമായി ലിബറൽ കാഴ്ചപ്പാടുകളുള്ള ആദില സൗഹൃദത്തിലാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചതല്ല. എന്നാൽ അനിമോളുമായി ആദില പെട്ടെന്ന് തന്നെ അടുത്തു. അനിമോളും ആദിലയും തമ്മിലുള്ള സൗഹൃദം ദൃഢമാക്കവേ പ്രേക്ഷകരുടെ ശ്രദ്ധ പോകുന്നത് നൂറയിലേക്കാണ്. നേരത്തെ എപ്പോഴും നൂറയ്ക്കൊപ്പമായിരുന്നു ആദില. എന്നാൽ അനിമോളുമായി സൗഹൃദത്തിലായതോടെ ആദില പല സമയത്തും അനിമോൾക്കൊപ്പമാണ്. ഇന്ന് നൂറ ആദില കെമിസ്ട്രിയേക്കാൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് അനിമോൾ ആദില കോംബോയാണ്. ഇക്കഴിഞ്ഞ എവിക്ഷൻ വീക്കിലും ആദിലയും അനിമോളും മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ പ്രേക്ഷകരുടെ മനം നിറഞ്ഞു. തുടക്കത്തിൽ അനിമോൾ സ്ക്രീൻ പ്രസൻസിന് വേണ്ടിയാണ് അനിമോളും നൂറയുമായി സൗഹൃദത്തിലായെന്നാണ് പലരും കരുതിയത്. എന്നാൽ ഈ സൗഹൃദം ആത്മാർത്ഥമാണെന്ന് ഇന്ന് പ്രേക്ഷകർ തിരിച്ചറിയുന്നു. പലപ്പോഴും നൂറ ഇവരുടെ സൗഹൃദത്തിൽ നിന്ന് പുറത്താണ്. ആദിലയ്ക്കും അനിമോൾക്കും ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുണ്ട്. പക്ഷേ നൂറയ്ക്ക് അനിമോളുമായി വലിയ സൗഹൃദം ഒന്നുമില്ല. ആദില നൂറ സൗഹൃദത്തിനിടെ മൂന്നാമതൊരാൾ നൂറയെ പലപ്പോഴും കാണാം. പക്ഷേ ഈ സൗഹൃദം ആദില നൂറ ബന്ധത്തെ ബാധിക്കാൻ ഇടയുണ്ടോ എന്നാണ് പ്രേക്ഷകരിൽ പലരുടെയും ചോദ്യം. നൂറയുടെ കണ്ണുകളിൽ പോസസീവ്നെസ് കാണാമെന്നും കമൻറ്റുകളുണ്ട്. പെണ്ണുമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നൂറയ്ക്ക് അവൾ കെട്ടിയവനാണ്. തൻ്റെ ബേബിയുമായുള്ള അനുമോളുടെ അടുത്തുള്ള ഇടപെടൽ നൂറയിൽ പല വിഷമങ്ങളും ഉണ്ടാക്കുന്നത് മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണോട് കൊഞ്ചുന്നതോ കുഴയുന്നതോ ഏത് ഭാര്യയ്ക്കും പറ്റില്ല എന്നാണല്ലോ. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നൂറയ്ക്ക് ആദിലയുടെ കാര്യത്തിൽ ഒരു ഭയം ഇല്ലാതില്ല എന്നാണ് ഒരു പോസ്റ്റ്. അതേസമയം ബിഗ് ബോസ് ഹൗസുകളിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ വിരളമായി നിലനിൽക്കാറുള്ളൂ എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പലരും പല വഴിക്ക് പിരിയും. അടുത്തിടെ 6ാം സീസണിലെ മത്സരാർത്ഥിയായിരുന്ന സിജോ തൻ്റെ മത്സരാർത്ഥിയായിരുന്ന അർജുനെക്കുറിച്ച് പറഞ്ഞത് ഇതിന് ഉദാഹരണമാണ്. അർജുൻ ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം പഴയ അടുപ്പം കാണിച്ചിട്ടില്ലെന്ന് സിജോ തുറന്നു പറഞ്ഞു. തൻ്റെ കല്യാണത്തിന് ഉപ്പ് വിളമ്പാൻ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ അർജുൻ വിവാഹത്തിന് പള്ളിയിൽ വന്നിട്ട് കണ്ടുപോയെന്നും അധിക നേരം നിന്നില്ലെന്നും സിജോ തുറന്നു പറഞ്ഞു. ഈ സംഭവം വിഷമിപ്പിച്ചു. ഹൗസിനുള്ളിൽ ഏറെ സൗഹൃദമുണ്ടായിരുന്ന ആളാണ്. സായി കൃഷ്ണയേക്കാൾ അടുപ്പം അർജുനോടാണ്. എന്നാൽ അർജുൻ മാറിപ്പോയെന്ന് സിജോ തുറന്നു പറഞ്ഞു. അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ആദില നൂറ ബന്ധം തകർന്ന് ഉടയുമോ അതോ അനിമോൾ അവരുടെ ഇടയിൽ നിന്ന് പുറത്താകുമോ? അപ്പോൾ ഏതായാലും കാത്തിരിക്കാം. ഏകദേശം 1 മാസം കൂടിയുണ്ടല്ലോ ബിഗ് ബോസ് കഴിയാൻ. അപ്പോൾ ഈ 1 മാസത്തിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം. കാത്തിരിക്കാം.